നാം ഒരു ധർമ്മ നിയോഗത്തിനിറങ്ങുമ്പോൾ ജീവിതത്തിൽ പലതും ത്യജിക്കേണ്ടി വരുമെന്നും സഹിക്കേണ്ടി വരുമെന്നതും മുൻവിധിയോടെ നാം അതറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പാതി വഴിയിൽ അവസാനിപ്പിക്കുകയോ അന്തരംഗം അശാന്തമായ കടൽ പോലെയും ജീവിതകാലം മുഴുവനും തള്ളി നീക്കേണ്ടി വരും ഓരോ നിമിഷങ്ങളും. അത് വരാതിരിക്കുവാനാണ് മുൻകൂട്ടി ഇന്നതിന്നത് വരുമെന്നും അത് ഞാൻ സധൈര്യത്തോടെ നേരിട്ട് മുന്നോട്ട് തന്നെ പോകുമെന്നുമുള്ള ഉറച്ച ചിന്തയിലായിരിക്കണം നാം ധർമ്മമാർഗത്തിൻ്റെ ത്യാഗവീതികളിലേക്ക് കാലെടുത്ത് വെക്കുവാൻ. നടന്നു തുടങ്ങിയാൽ പിന്നൊരു തിരിഞ്ഞോട്ടമരുത്. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. കല്ലുകളും മുള്ളുകളും കാട്ടുതീയും ക്രൂരമൃഗങ്ങളും മഹാമാരിയും കൊടുങ്കാറ്റും പ്രളയവും ഊരിരുളും ഇവയെല്ലാം നാം ആ വഴിയിൽ കണ്ടുകൊള്ളണം. അവയിലൊന്നും ഞാൻ ഭയപ്പെട്ടോടുകയില്ലെന്നും ലക്ഷ്യത്തിലെത്താതെ ഈ യാത്ര ഞാൻ അവസാനിപ്പിക്കുകയില്ലെന്നുമുള്ള ഉറച്ച വിശ്വാസത്തോടെ വേണം മുന്നോട്ട് പോകുവാൻ.